മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ഇരിക്കുന്നില്ലേ? നിങ്ങൾ അതൊന്ന് ചോദിക്കും. നിങ്ങളെല്ലാവരും ചോദിക്കും. നിങ്ങൾക്ക് എന്നോട് ഈ ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കോ? ചോദിക്കില്ല. നിങ്ങൾ ആരോടും ചോദിക്കില്ല. ഇപ്പോ CPM-ന്റെ മഹിളാ നേതാക്കൾ എല്ലാവരും വന്ന് പറഞ്ഞല്ലോ ഇദ്ദേഹം രാജിവെക്കണമെന്ന്. അവരാരും കേൾക്ക്, ഞാൻ പറയണ കേക്ക്, ഞാനല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്റെ പറഞ്ഞിട്ട് വയ്യ. അവരെല്ലാവരും ഈ CPM നേതാക്കൾ ഇത്രമാത്രം ആളുകൾ, ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, നാലാളല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾ CPM-ൽ ഒരു നടപടിയെടുക്കാതെ, ഒരു നോട്ടീസ് പോലും പാർട്ടി കൊടുക്കാതെ അവരവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ധീരമായ തീരുമാനം ഒരു പാർട്ടി എടുത്തെങ്കിൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ്. റേപ്പ്, ഇപ്പൊ ഞങ്ങളെ ആക്രമിക്കുന്നവർ, നിങ്ങളെ കളിയാക്കുന്നവർ, ഇപ്പൊ മന്ത്രി MP രാജേഷിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു, ഇത് ഭയങ്കര കോംപ്രമൈസ് ആയി പോയെന്ന്. ഒരു റേപ്പ് കേസിലെ പ്രതി കൈപൊക്കിയിട്ടാണ് അദ്ദേഹം മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത് നിയമസഭയിൽ. സ്വയം ഒരു ഉളുപ്പ് വേണ്ടേ? ഒരു റേപ്പ് കേസിലെ പ്രതി MLA ആയിട്ടിരിക്കുകയാണ് CPM-ൽ. BJP പോക്സോ കേസിലെ പ്രതി ഹൈക്കമ്മിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങൾക്ക് അതൊക്കെ ചൂണ്ടിക്കാണിക്കാം. ആരും ഒരു നടപടി എടുത്തിട്ടില്ല. ഇഷ്ടംപോലെ പേരുടെ പേര് ഞങ്ങൾക്ക് CPM-ൽ നിന്ന് തന്നെ പറയാലോ. അവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല. ഒരു നടപടി